ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കറുമുറ സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ ഒരു മാസം വരെ ബോട്ടിലാക്കി സൂക്ഷിക്കാൻ വെക്കാനൊക്കെ പറ്റും. ഒരു മാസം വരെ നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ചെറിയൊരു സ്പൈസിനെസ്സും ഒക്കെ ഉള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തോ ഏതായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇത് വറുത്തിട്ടുള്ള റവയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. റവയും മൈദയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിതൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ 2 വറ്റൽമുളകും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് മൈദയിലേക്ക് ഇതന്നെ ധാരാളമാണ്. അപ്പോൾ അത് 3ഉം കൂടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. പൊടിച്ചെടുക്കൊന്നും വേണ്ട. പിന്നെ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ, പൊടിഞ്ഞു കിട്ടുമൊന്നുമില്ല. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ആ ഒരു ക്രഷ് ചെയ്തെടുത്ത ഐറ്റംസ് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടാവും കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയുടെ ഗ്രീൻ കളറും അതുപോലെ വറ്റൽമുളകിൻ്റെ ആ റെഡ് കളറും എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഈ സ്നാക്ക് കാണാനും ഒരു മുഞ്ചത്തിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് കറക്റ്റ് അളവാണ്. പിന്നെ അതിലേക്ക് ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതിലിട്ടിട്ട് നമുക്ക് ആ ഒരു പൊടികളുണ്ടല്ലോ മൈദ അതിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വേണം നമ്മൾ പൊടികളിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടി മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയ ചൂടോട് കൂടെ തന്നെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോർണർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ആ ചെറിയ ചൂടോട് കൂടെ തന്നെ നന്നായിട്ട് തന്നെ ഒരു കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ. പിന്നെ പറഞ്ഞാൽ ഇത് നമ്മൾ പത്തിരിയുടെ പോലെ അത്രയും സോഫ്റ്റായി കിട്ടുമൊന്നുമില്ല. എന്നാലും നമ്മൾ റവയൊക്കെ ചേർത്തല്ലേ, പിന്നെ കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് ആവുകയും വേണം. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൊടിയൊന്നും ഇട്ടിട്ട് പരത്തിയെടുക്കരുത്. അപ്പോൾ നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം ഓയിലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പരത്തിയെടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങ് പരത്തിയെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് എല്ലാം ഒരേ വലുപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുക്കി കട്ടറാണ് യൂസ് ചെയ്തതെന്ന് മാത്രം. അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് വീണ്ടും പരത്തിയെടുക്കുക. വീണ്ടും ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങ് കട്ടി കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ചെയ്ത് ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് വിചാരിച്ചിട്ട് ഒട്ടി പിടിക്കൊന്നുമില്ല. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഞാനൊരു പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്ന് അതങ്ങ് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ പിന്നെ നമ്മളിത് ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് അങ്ങ് കളറ് മാറിപ്പോവും. പക്ഷേ ഉൾഭാഗം ഒന്നും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല. കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സാവധാനം ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ. അപ്പം ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്പിനെസ് വരുന്ന ഒരു ഫീൽ ആയിട്ടുണ്ട്. ഒന്നുകൂടെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒന്നുകൂടെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഓയിലിൽ നിന്ന് കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂവിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ്. ഒരുപാട് ഓയിൽ കുടിക്കുന്ന സ്നാക്കൊന്നും അല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മളൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് വൈസ് ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് ഓയിലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 തവണയായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്ന ഉൾഭാഗവും പുറം ഭാഗവും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചേർത്താൽ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർഫുൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആയിക്കോളും. എന്നിട്ട് നമുക്കിത് ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഇത് ബോട്ടിലാക്കി സൂക്ഷിക്കാൻ മാത്രമൊന്നും ഇല്ല, അപ്പോൾ തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഈസിയായിരിക്കും. നമ്മൾ ബേക്കറിക്ക് നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിക്കുന്നില്ല, അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്